മൂലനക്ഷത്രം 1200 ആണ്ട് 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെ മൂലനക്ഷത്ര പൊതുഫലങ്ങൾ. വിദ്യാർത്ഥികൾക്ക് അനുസരണമില്ലായ്മ, ഉദാസീന മനോഭാവം, ശ്രദ്ധക്കുറവ് തുടങ്ങിയവ വർദ്ധിക്കും. പ്രവർത്തന മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയുണ്ടാകും. ഉദ്യോഗത്തിനു പുറമെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങളും തുടങ്ങിവെക്കും. കുടുംബ തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയാകും നല്ലത്. ഗൗരവമുള്ള കാര്യങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്യുവാൻ സാധിച്ചതിനാൽ ആത്മാഭിമാനം തോന്നും. സമാന ചിന്താഗതിയുള്ളവരുമായി സുദീർഘമായ ചർച്ച പുതിയ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കും. ശുഭസൂചകങ്ങളായ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും. പകർച്ചവ്യാധി പിടിപെടുവാൻ ഇടയുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസിക അവസ്ഥ സംജാതമാകും. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ മനസ്സംതൃപ്തിയോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. ശത്രുതാ മനോഭാവത്തിലായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സാധ്യങ്ങൾക്കായി മിത്രങ്ങളെന്ന ഭാവത്തിൽ അഭിനയിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. പ്രവർത്തന തലങ്ങൾ വിജയപഥത്തിലേക്കെത്തിക്കുവാൻ കർമ്മോത്സുകരായവരെ നിയമിക്കും. ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും. സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാൻ സാധിക്കും. നിഷേധാത്മക നിലപാടിൽ നിന്ന് ഒഴിഞ്ഞു മാറി യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ഉൾപ്രേരണയുണ്ടാകും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും. ആവർത്തന വിരസത ഒഴിവാക്കുവാൻ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും. കുട്ടിക്കാലത്ത് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരും. കലാകായിക രംഗങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടി മത്സരങ്ങളിൽ വിജയിക്കും. സത്യാവസ്ഥകൾ ബോധിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിനാൽ വേണ്ടപ്പെട്ടവരിലുള്ള മിഥ്യാധാരണകൾ ഒഴിവാകും. ശ്വാസകോശ സംബന്ധമായ അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയമുണ്ടാകും. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ്ജീവനക്കാരെ നിയമിക്കും. അനാവശ്യങ്ങളായ അശുഭചിന്തകൾ ഉപേക്ഷിക്കണം. വ്യക്തമായ പദ്ധതി ആസൂത്രങ്ങളില്ലാതെ ഒരു പ്രവൃത്തിയിലും പണം മുടക്കരുത്. യാത്രാക്ലേശവും ഭരണ ചുമതലയും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും. ദുസ്സംശയങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകുന്നത് മേലധികാരിയുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിന് ഉപകരിക്കും. പ്രലോഭനങ്ങൾ വന്നു ചേരുമെങ്കിലും സമചിത്തത ഒഴിവാക്കുന്നതിനുപകരിക്കും. സമീപനങ്ങളും തീരുമാനങ്ങളും ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും. ലാഭശതമാന വ്യവസ്ഥയിലുള്ള പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കുമെങ്കിലും അന്യരെ ചേർക്കുന്നത് അബദ്ധമാകും. ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. കാലഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാൻ നിർബന്ധിതനാകും.